ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോട് അടുത്ത് വരുവാൻ ആയുസ്സിലൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12:16. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവാത്മാവ് ഇന്ന് പകൽ നമ്മോട് കരുണ കാണിക്കട്ടെ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ ശക്തമായ ഉണർവും പരിശുദ്ധാത്മാവിന്റെ നവീകരണവും നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ശക്തമായ പ്രതികൂലങ്ങൾ ഉയർന്നു വരുവാനായി തുടങ്ങി. രാജാക്കന്മാർ എതിരായി എഴുന്നേറ്റു. കോടതികളിൽ അപ്പോസ്തലന്മാരെ മാറി മാറി വിസ്തരിക്കുവാൻ തുടങ്ങി. കടുകട്ടിയായ പ്രതിസന്ധികൾ ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന ഓരോരുത്തരും അനുഭവിക്കേണ്ടി വന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് കാരാഗൃഹത്തിനകത്ത് അകപ്പെട്ടു പോയ അനുഭവത്തെ കുറിച്ചാണ് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു. പ്രിയരെ, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ശക്തമായി സുവിശേഷ ഘോഷണത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തിരുന്ന രണ്ടുപേരാണ്. ഒന്ന് യാക്കോബും മറ്റൊന്ന് പത്രോസും. ഈ 12-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. നാം തിരിച്ചറിയണം, എല്ലാ കാലത്തും പിശാച് ഇതുപോലെയുള്ള വ്യക്തികളെ എഴുന്നേൽപ്പിച്ചിട്ട് അവരിലൂടെ സഭയ്ക്ക് നേരെ ശക്തമായ പീഡകൾ അഴിച്ചുവിടുവാൻ ശ്രമിക്കാറുണ്ട്. ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ കാലത്ത് ആരംഭിച്ചതാണ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന പൈശാചിക ശക്തി. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ശക്തിയോടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിന്ന യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുവാനിടയായി തീർന്നു. പതുക്കെ പത്രോസിനെയും കാരാഗൃഹത്തിനകത്താക്കി. മിക്കവാറും അപ്പോസ്തലന്മാരുടെ നേരെ കള്ളക്കുറ്റങ്ങളാണ് ആരോപിച്ചത്. ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ മീതെ ചുമത്തി പീഡിപ്പിക്കുവാൻ തുടങ്ങി. 12-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ യഹൂദന്മാർക്ക് പ്രസാദകരമായിരുന്നു അപ്പോസ്തലന്മാരെയും പ്രാർത്ഥിക്കുന്നവരെയും ഉപദ്രവിക്കുന്നത്. ആമേൻ. എന്നാൽ തിരുവചനം എഴുതിയിരിക്കുന്നത്, പത്രോസിനെ തടവിനകത്ത് കൊണ്ടിട്ടിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തി വിസ്തരിച്ച് മരണവിധി പുറപ്പെടുവിക്കുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടുവാനായി തുടങ്ങി. അവിടെ നിർത്തി ഇന്നത്തേക്ക് വേണ്ടിയുള്ള ഒരു ആലോചന ഞാൻ പറയാം. മനുഷ്യന് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾക്കകത്ത് മനുഷ്യൻ തീർന്നു, അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ആരും കൂടെ നിൽക്കാനില്ലാതിരിക്കുമ്പോൾ പത്രോസിന് വേണ്ടി കാരാഗൃഹത്തിനകത്ത് ദൂതനിറങ്ങിയെങ്കിൽ, പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് നീക്കുപോക്കുണ്ടാക്കി തരേണ്ടതിന്, വഴി തുറന്നു തരേണ്ടതിന് അല്ല, കാരാഗൃഹത്തിന് സമാനമായ പ്രതിസന്ധിയിൽ നിന്ന് തുറന്നുവിടേണ്ടതിന്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ചില പ്രതിസന്ധികളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന് ചിലരെ തുറന്നുവിടുന്ന പ്രഭാതമായി തീരട്ടെ, പുറത്തു കൊണ്ടുവരുന്ന പ്രഭാതമായി തീരട്ടെ. 1, 2, 3, 4 പ്രതികൂലങ്ങളല്ല. പത്രോസ് ഒരിക്കലും പുറത്തു വരാതിരിക്കേണ്ടതിന്
എത്രയെത്ര പ്രതിസന്ധികളാ പത്രോസിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സകലത്തെയും ദൈവം കൈകാര്യം ചെയ്യുവാനായി തുടങ്ങി. അവനോട് പ്രാർത്ഥിക്കുന്ന, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ ദൈവം കൈകാര്യം ചെയ്യട്ടെ. ദൈവം ചില ക്രമീകരണങ്ങളെ ചെയ്യട്ടെ. ദൈവിക ഇടപെടലുകൾ വിഷയങ്ങൾക്കകത്ത് ശക്തമായി വെളിപ്പെടട്ടെ. ബൈബിൾ പറയുന്നത്, ദൂതൻ കാരാഗൃഹത്തിനകത്ത് ഇറങ്ങി. ആമേൻ. ഒരു മനുഷ്യനും കടന്നു വന്ന് സഹായിക്കുവാൻ കഴിയാത്ത ഇടങ്ങളിൽ നിശ്ചയമായിട്ടും ദൈവം തന്റെ ദൂതന്മാരെ അയക്കുവാൻ, ആമേൻ, ഈ ദിവസങ്ങളിലും ശക്തനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താ കാര്യം? പ്രാർത്ഥിക്കുന്ന ഒരു സഭ പിന്നിലുണ്ടായിരുന്നു. നിശ്ചയമായിട്ട് നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാണോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനും സഭയും നിങ്ങൾക്കുണ്ടോ? ഉറപ്പാണ്, പ്രതിസന്ധികളിൽ പെട്ടുപോകാതെ ദൈവം ചില നീക്കുപോക്കുകളെ നൽകി തരുവാൻ ശക്തനാണെന്ന്. സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഇടത്ത് പത്രോസ് എത്തുവാനിടയായി തീർന്നു. പത്രോസ് അവിടെ എത്തിയെന്നും വാതിലിന് പുറത്ത് പത്രോസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവപ്രവൃത്തി അത്ര കണ്ട് വലിയതായിരുന്നു. ഇന്ന് രാവിലെ വിസ്മയിക്കത്തക്ക നിലയിൽ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, പത്രോസിനെ കണ്ടപ്പോൾ അവർ വിസ്മയം പൂണ്ടു. വിസ്മയിക്കത്തക്ക നിലയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ. ഉറപ്പോടെ വിശ്വസിക്കാമോ? ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്തത്, ഒരു വ്യക്തിക്കും ഇറങ്ങി വരുവാൻ കഴിയാത്ത ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു. ഈ ദിവസം ദൈവപ്രവൃത്തി ആരംഭിക്കുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നല്ലൊരു പകലായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടതുപോലെ, ദിവസങ്ങൾ എണ്ണപ്പെട്ടതുപോലെ പ്രതിസന്ധികൾക്കകത്താരെങ്കിലും ഉണ്ടെങ്കിൽ വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. അത്ഭുതം ചെയ്യും, കരുണയുള്ള കരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.